ഹലോ, എല്ലാവർക്കും നമ്മുടെ 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൻ്റെ 63ാമത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്തു കൊടുക്കാൻ പോകുന്നത് ഈ ഒരു വീക്കിൻ്റെ അവസാനത്തെ ദിവസമാണ് കേട്ടോ. അതായത് ഇന്ന് നമ്മൾ സ്കാൽപ്പിൽ നല്ലോണം എണ്ണയിട്ട് കൊടുക്കും. അതിന് ശേഷം ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന ദിവസമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ 2 ഹെയർ പാക്കുകളും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ മുടിയിൽ ഞാൻ അത്യാവശ്യം ഹെയർ കെയറിങ് കാര്യങ്ങളും ഒന്നും കൊടുക്കാൻ ആ ഒരു സമയത്ത് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ജട പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ആ ഒരു ജടയൊക്കെ കളഞ്ഞിട്ട് എടുക്കണം. അപ്പോൾ നിങ്ങളുടെ മുടിയൊക്കെ ഇങ്ങനെ 2 ദിവസമൊക്കെ ഇങ്ങനെ നോക്കാണ്ട് ഇന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ജട കെട്ടി ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം നന്നായിട്ടൊന്ന് ഓയിലിട്ട് കൊടുത്ത് ആ ഒരു ജടയൊക്കെ എടുത്തിട്ട് വേണം കേട്ടോ ഇങ്ങനെ കൊമ്പ് വെച്ചിട്ട് നന്നായിട്ട് ചീകി കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ മുടി നല്ലോണം പൊട്ടിപ്പോകാനും കൊഴിയാൻ വേണ്ടിയിട്ടും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ജട നന്നായിട്ട് കെട്ടിയിരിക്കുന്ന നേരത്ത് ആദ്യം ഓയിലിട്ട് കൊടുക്കുക, അതിന് ശേഷം മുടി ചീകുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഫസ്റ്റ് ഇൻവേർഷൻ മെത്തേഡൊക്കെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ചലഞ്ച് എടുക്കണ എല്ലാ ആൾക്കാരും എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേരം സമയം കിട്ടണ നേരത്ത് ഈ ഒരു ഇൻവേർഷൻ മെത്തേഡ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഓയിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാ ദിവസവും ബാക്കിയുള്ള എല്ലാ ദിവസവും നമ്മൾ വളരെ കുറച്ച് ഓയിൽ എടുത്തിട്ടാണ് സ്കാൽപ്പിൽ മുടിയുടെ ലെങ്ത്തിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ ആ ഒരു കുറച്ചുന്നത് മാറ്റിയിട്ട് നല്ലോണം ഓയിലെടുത്ത് തല കുളിർക്കെ എണ്ണ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഓയിൽ സ്കാൽപ്പിലേക്ക് മുടിയുടെ ലെങ്ത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഓയിൽ നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം. ഈ ഒരു ഓയിലിംഗ് എന്ന് പറയുന്നത് ജസ്റ്റ് എല്ലാ ദിവസവും നമ്മളിപ്പോൾ ചെയ്യണ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ആ ചെറു ചൂടോടെ നമുക്ക് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂടാക്കാണ്ട് തന്നെ നോർമലി നമ്മൾ ഓയിൽ എടുക്കുക, അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പം ഓയിൽ അതുപോലെ തന്നെ എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്, ചൂടാക്കിയിട്ടൊന്നുമല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ 2 രീതിയിൽ ഏത് രീതി വേണമെങ്കിലും ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ബാക്കി എല്ലാ ദിവസവും അല്ലാണ്ട് ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഹോട്ട് ഓയിൽ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ടത് സഹായിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഹോട്ട് ഓയിൽ ചെയ്യാം കേട്ടോ. അപ്പം അത് നമ്മുടെ മുടി വളർച്ചയ്ക്ക്, അതായത് നമ്മുടെ സ്കാൽപ്പിലുള്ള ഈ ഒരു ഹെയർ ഫോളിക്കിൾസൊക്കെ ഓപ്പൺ ആകാനും അതുവഴി നമുക്ക് പുതിയ മുടികൾ, ആ ഒരു അടഞ്ഞു പോയ ഹെയർ ഫോളിക്കിൾസിൽ നിന്നൊക്കെ പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. കൂടാതെ നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ ഹെയർ പാക്കുകളും നമ്മുടെ സ്കാൽപ്പിനെ നന്നായിട്ട് ക്ലീൻ ആക്കുന്നതും സ്കാൽപ്പിലുള്ള ഡാൻഡ്രഫോ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ മാറ്റിയെടുക്കുന്നതും ആ ഒരു നമ്മുടെ അടഞ്ഞു പോയ ഹെയർ ഫോളിക്കിൾസിനെയൊക്കെ ഓപ്പൺ ആക്കാൻ സഹായിക്കുന്നതും പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ട് നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ. ഹെയർ പാക്കുകളൊക്കെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ഓരോ ദിവസവും. ഈ ഒരു 90 ഡേയ്സ് ഹെയർ കെയർ ചാലഞ്ചിൽ എല്ലാ ദിവസവും നമ്മൾ ഇതുവരെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടും ഹെയർ ഫോൾ നന്നായിട്ട് റെഡ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടും, അതായത് മുടി കൊഴിച്ചിൽ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടും കൂടി സഹായിക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഈ ഒരു ഇതിൽ ഞാൻ മുടി അങ്ങനെ ലെങ്ത് വയ്ക്കും എന്ന് നിങ്ങളോട് പറയണില്ല, കാരണം ഒരു ദിവസം കൊണ്ടൊന്നും നമ്മുടെ മുടിക്ക് അങ്ങ് നീളം വെക്കണില്ല, അതിന് കുറച്ച് ടൈം എടുക്കും കേട്ടോ. അപ്പം ഞാൻ ഇതിൽ ഈ ഒരു ചലഞ്ചിൽ കൊടുക്കുന്ന എല്ലാ ഹെയർ പാക്കുകളും മെയിൻലി എന്ന് പറയുന്നത് ഈ ഒരു ഹെയർ ഫോള് റെഡ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. മുടി കൊഴിച്ചിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ടും പുതിയ മുടികൾ, ആ ഒരു കൊഴിഞ്ഞു പോയ സ്ഥലത്തൊക്കെ പുതിയ മുടികൾ വരാൻ വേണ്ടിയിട്ടും, അതായത് ഹെയർ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ ഈ ഒരു ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഹെയർ പാക്കുകളും എന്ന് പറയുന്നത്. ഇത് നമ്മളൊരു 3 മാസമായിട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇതിൽ ആദ്യത്തെ മാസം നമ്മുടെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറയ്ക്കും. 2ാമത്തെ മാസം ആ ഒരു മുടി കൊഴിച്ചിൽ കുറയുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പുതിയ മുടികൾ വന്നു തുടങ്ങും. അപ്പം ആ ഒരു മുടികളൊക്കെ വന്നിട്ട് പതിയെ ആ മുടികൾ നീളം വെച്ച് നമ്മുടെ ആ ഒരു ഹെയറിന് തിക്നെസ് വരും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പിന്നെയാണ് നമ്മുടെ മുടിക്ക് ലെങ്ത് വെക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇത് കുറച്ച് ടൈം എടുത്തിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് പെട്ടെന്ന് തന്നെ മുടി നീളം വയ്ക്കാനോ അല്ലെങ്കിൽ തിക്ക് വയ്ക്കാനോ ഒന്നും പറ്റില്ല. അങ്ങനെ ഹെയർ പാക്കുകളൊക്കെ ഇട്ടാൽ നമുക്കൊന്ന് ഉള്ള് കൂട്ടിയെടുക്കാൻ പറ്റും. അത് ഒരു മുടികൾ വന്നിട്ടുള്ളൊരു തിക്നെസ് അല്ല കേട്ടോ. അതായത് നമുക്ക് ഏതെങ്കിലുമൊക്കെ ഹെയർ പാക്കുകൾ കൊടുക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഒരു തിക്നെസ് വെച്ച പോലെ മുടിക്ക് അങ്ങനെ ആക്കിയെടുക്കാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ആ ഒരു ഉള്ള് കൂട്ടാൻ, അതായത് പുതിയ മുടികൾ വന്നിട്ട് ആ ഒരു ഉള്ള് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്നൊന്നും നടക്കത്തില്ല കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് സമയമെടുക്കും. അപ്പോൾ അങ്ങനെ ക്ഷമയോടുകൂടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉള്ളു കൂട്ടിയെടുക്കാനാണെങ്കിലും മുടിയുടെ ആ ഒരു ലെങ്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും സഹായിക്കും കേട്ടോ. അപ്പം എല്ലാവർക്കും മുടിക്ക് ലെങ്ത് വയ്ക്കാനും അതുപോലെ തന്നെ ഉള്ളു കൂട്ടാനും പറ്റും. അത് ആർക്കും പറ്റായികയൊന്നുമില്ല. അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, പ്രോപ്പറായിട്ട് കെയർ ചെയ്യുകയാണെങ്കിൽ, നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ, എല്ലാ കാര്യങ്ങളും എക്സസൈസോ എല്ലാ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതായത് എത്ര നീളം ഇല്ലയെന്ന് പറയുന്ന മുടിക്കാണെങ്കിലും കുറച്ചൊക്കെ നമുക്ക് ലെങ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ തിക്നെസ് കൊണ്ടുവരാൻ പറ്റും. മുടി കൊഴിച്ചിൽ എന്തായാലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യാനും പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ വയസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. ആർക്കാണെങ്കിലും മുടി നമുക്ക് എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിന് അങ്ങനെ പ്രായപരിധിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ മുടിയുടെ ലെങ്തിലേക്ക് ഫുള്ളായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഓയിലെടുത്ത് മുടിയുടെ ലെങ്തിലേക്കും സ്കാൽപ്പിലേക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്നും കൂടി സ്കാൽപ്പ് നല്ലോണം മസാജ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് ഇമ്പ്രൂവ് ആകാൻ വേണ്ടിയിട്ടും അതുവഴി നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കിട്ടാനും മുടി വളർച്ച നന്നായിട്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഒരു 30 മിനിറ്റ്സ് ടു 1 hour വരെ വെയിറ്റ് ചെയ്യാം. മിനിമം ഒരു 30 മിനിറ്റെങ്കിലും വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ വാഷ് ഔട്ട് ചെയ്ത് കളയുന്ന സമയത്ത് ഇന്ന് നല്ലോണം ഷാമ്പു, അതായത് താളിപ്പൊടിയോ അല്ലെങ്കിൽ നാച്ചുറൽ ഷാമ്പൂസോ, ഞാൻ എൻ്റെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുള്ള ആ ഒരു നാച്ചുറൽ ഷാമ്പൂസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. മാക്സിമം നിങ്ങൾ നാച്ചുറൽ ഷാമ്പു, അതായത് താളിപ്പൊടിയോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ചീവയ്ക്കാപ്പൊടിയൊക്കെ യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഉലുവ അരച്ചിട്ട് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഒരു ഷാമ്പു ഉപയോഗിച്ചിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ കേട്ടോ.